ദൃശ്യം ഫ്രാഞ്ചൈസി ഇന്ത്യൻ സിനിമാ ലോകത്ത് ഇന്നേവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സ്വാധീനമുള്ള ഒരു ക്രൈം ത്രില്ലർ പരമ്പരയാണ്. സംവിധായകൻ ജിത്തു ജോസഫ് വളരെ സാധാരണക്കാരായ ഒരു മലയോര കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് അപ്രതീക്ഷിതമായ ക്രൈം ഘടകങ്ങൾ കൊണ്ടുവന്നാണ് ഈ ചലച്ചിത്ര വിസ്മയം തീർത്തത്. മലയാള സിനിമയുടെ ഇതിഹാസം മോഹൻലാൽ എന്ന നടന്റെ അഭിനയജീവിതത്തിലെ ഏറ്റവും മികച്ചതും ജനപ്രിയവുമായ കഥാപാത്രങ്ങളിലൊന്നാണ് ജോർജ് കുട്ടി. അദ്ദേഹം തന്റെ ചുറ്റുമുള്ള ലോകത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചും സിനിമകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുമാണ് വലിയൊരു പോലീസ് സംവിധാനത്തെ നേരിടാനുള്ള അറിവും ധൈര്യവും നേടിയത്. ഒന്നാം ഭാഗത്തിൽ തന്റെ മകൾക്ക് അബദ്ധത്തിൽ പറ്റിയ ഒരു കൊലപാതകത്തെ മറക്കാൻ അദ്ദേഹം തികച്ചും പെട്ടെന്നുണ്ടായ സാഹചര്യങ്ങളെയും തന്റെ കേബിൾ ടിവി സ്ഥാപനത്തിലെ സിനിമാ അറിവുകളെയും പ്രതിരോധമാക്കി മാറ്റി. ഒക്ടോബർ 2-നും 3-നും താൻ കുടുംബത്തോടൊപ്പം ധ്യാനത്തിന് പോയെന്ന വ്യാജ ഓർമ്മകളെ നാട്ടുകാരുടെയും സാക്ഷികളുടെയും മനസ്സിൽ കൃത്രിമമായി ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ മെമ്മറി മാനിപുലേഷൻ എന്ന മനഃശാസ്ത്രപരമായ തന്ത്രമാണ് നിയമത്തിന്റെ കണ്ണുവെട്ടിക്കാനും പോലീസിനെ വർഷങ്ങളോളം കബളിപ്പിക്കാനും ജോർജ് കുട്ടിയെ സഹായിച്ചത്. ആദ്യ സിനിമയുടെ ഒടുവിൽ പുതിയതായി പണിയുന്ന പോലീസ് സ്റ്റേഷന്റെ അടിയിൽ മൃതദേഹം ഒളിപ്പിച്ചു എന്ന ട്വിസ്റ്റ് പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ സീറ്റിന്റെ അറ്റത്ത് എത്തിച്ചു. രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ കഥയുടെ വ്യാപ്തിയും ഭരണകൂട സംവിധാനത്തിന്റെ അന്വേഷണ രീതികളും കൂടുതൽ ശക്തവും സങ്കീർണവുമായി മാറുന്നു. തങ്ങളെ എപ്പോഴും പോലീസ് നിരീക്ഷിക്കുന്നുണ്ടെന്ന ഭയത്തിലും വലിയ മാനസിക പീഡനത്തിലുമാണ് ജോർജ് കുട്ടിയും കുടുംബവും വർഷങ്ങളോളം ജീവിച്ചത്. രഹസ്യമായി പോലീസ് ഒളിപ്പിച്ചു വെച്ച ചാരന്മാരിലൂടെ വരുണിന്റെ അസ്ഥികൂടം കണ്ടെത്തിയ പോലീസിനെ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലെ അസ്ഥികൂടങ്ങൾ മാറ്റിസ്ഥാപിച്ച് അദ്ദേഹം വീണ്ടും ഞെട്ടിച്ചു. താൻ എഴുതി രജിസ്റ്റർ ചെയ്ത ഒരു സിനിമാ തിരക്കഥയുടെയും അതിന്റെ നിയമപരമായ ലൂപ്പ് ഹോളുകളുടെയും മറവിലാണ് ഈ വലിയ പ്രക്രിയ ജോർജ് കുട്ടി വിജയകരമായി പൂർത്തിയാക്കിയത്. മൂന്നാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ ഈ വലിയ ഒളിച്ചുകളികൾ ആ കുടുംബത്തെ മാനസികമായി എത്രമാത്രം തകർത്തു കളഞ്ഞു എന്ന് പ്രേക്ഷകർക്ക് കാണിച്ചുതരുന്നു. വലിയ പണവും സിനിമാ നിർമ്മാതാവ് എന്ന പ്രശസ്തിയുമുണ്ടെങ്കിലും നാട്ടുകാരുടെ കുറ്റപ്പെടുത്തലുകളും സംശയങ്ങളും അവരുടെ ജീവിതത്തിന്റെ സമാധാനം പൂർണ്ണമായും നഷ്ടപ്പെടുത്തിയിരുന്നു. മൂത്തമകൾ അഞ്ജു അനുഭവിച്ച മാനസിക ആഘാതങ്ങളും അവളുടെ വിവാഹാലോചനകൾ മുടങ്ങുന്നതും ഒരു അച്ഛൻ എന്ന നിലയിൽ ജോർജ് കുട്ടിയെ വല്ലാതെ വേദനിപ്പിച്ചു. പഴയ ശത്രുക്കൾ വീണ്ടും ഒന്നിക്കുകയും പുതിയൊരു കേസിൽ തന്റെ മകളെ വ്യാജമായി കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ജോർജ് കുട്ടി തന്റെ അവസാനത്തെ ചതുരംഗക്കളി ആരംഭിക്കുന്നു. ഇനിയും തന്റെ കുടുംബത്തെ വേട്ടയാടാൻ ആരെയും അനുവദിക്കില്ലെന്ന് ഉറപ്പിച്ച അദ്ദേഹം അവർക്ക് ശാശ്വതമായ സമാധാനം നൽകാനായി സ്വയം നിയമത്തിന് മുന്നിൽ കീഴടങ്ങാൻ തയ്യാറാകുന്നു. അദ്ദേഹം ഒടുവിൽ പോലീസിന് മുന്നിലേക്ക് വിലങ്ങണിയാൻ കൈകൾ നീട്ടുമ്പോൾ അത് കേവലം ഒരു തോൽവിയല്ല, മറിച്ച് തന്റെ മക്കൾക്ക് വേണ്ടിയുള്ള ആത്യന്തികമായ ആത്മസമർപ്പണമാണ്. ഈ ചിത്രങ്ങളിലെ വില്ലൻ കഥാപാത്രങ്ങൾക്ക് പോലും പ്രേക്ഷകരുടെ മനസ്സിൽ തികച്ചും ന്യായമായ സ്ഥാനവും വൈകാരികമായ പശ്ചാത്തലവുമുണ്ട്. മകനെ നഷ്ടപ്പെട്ട ഗീതാ പ്രഭാറിന്റെയും വേദനകൾ ഏത് മാതാപിതാക്കൾക്കും മനസ്സിലാക്കാവുന്ന ഒന്നായതുകൊണ്ട് തന്നെ അവരെ പൂർണ്ണമായി വെറുക്കാൻ പ്രേക്ഷകർക്ക് കഴിയില്ല. അതുപോലെ തന്നെ ഒന്നാം ഭാഗത്തിൽ ക്രൂരത കാട്ടിയ സഹദേവനും രണ്ടാം ഭാഗത്തിൽ ബുദ്ധിപൂർവ്വം നീങ്ങിയ ജി ബസ്തീനും കഥയെ കൂടുതൽ ഉദ്വേഗജനകമാക്കാൻ സഹായിച്ചവരാണ്. ലളിതമായി പറഞ്ഞാൽ ദൃശ്യം സിനിമകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഒരു സാധാരണ മനുഷ്യൻ തന്റെ കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഏറ്റും വരെയും പോകാൻ മടിക്കില്ല എന്നാണ്. ലോകമെമ്പാടുമുള്ള നിരവധി ഇന്ത്യൻ അന്തർദേശീയ ഭാഷകളിലേക്ക് ഔദ്യോഗികമായി റീമേക്ക് ചെയ്യപ്പെട്ടിട്ടും ജോർജ് കുട്ടിയുടെ ഈ കഥ മലയാളി പ്രേക്ഷകരുടെ നെഞ്ചിൽ ഇന്നും ഒരു അത്ഭുതമായി നിലനിൽക്കുന്നു.